Hi friends, N4Tech പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഒരു ബസ് ബാർ ഒക്കെ വെച്ച് ഒരു മീറ്റർ ബോർഡ് സെറ്റ് ചെയ്യുന്ന വീഡിയോ ആണ്. അപ്പോൾ ഇതൊരു പഴയ ബിൽഡിംഗ് ആണ്. അതുകൊണ്ട് പഴയ മീറ്റർ ബോർഡിനോട് നമ്മൾ കൂട്ടിച്ചേർത്ത് ചെയ്യുന്ന ഒരു വർക്കാണ്. അപ്പോൾ ഫ്രണ്ട്സ് ഇതൊരു 3 നില ബിൽഡിംഗ് ആണ്. ഇതിന്റെ 3ാം നിലയിൽ ഒരു 5 ക്വാർട്ടേഴ്സ് ഉണ്ട്. അപ്പോൾ 5 ക്വാർട്ടേഴ്സിനും 5 മീറ്റർ ബോക്സ് സെപ്പറേറ്റ് വെച്ചിട്ടാണ് ഇതിനു മുന്നേ വർക്ക് എടുത്തവർ ചെയ്തിരുന്നത്. അപ്പോൾ അതിൻ്റെ മീറ്റർ ബോക്സ് ഒക്കെ വെച്ചിരുന്നത് 3ാം നിലയിലാണ്. അപ്പോൾ 3ാം നിലയിലൊക്കെ അങ്ങനെ വെക്കുകയാണെങ്കിൽ KCB കണക്ഷൻ ഒന്നും കൊടുക്കുന്നില്ല. അതുകൊണ്ട് ആ മീറ്റർ ബോക്സ് ഒക്കെ നമ്മൾ അവിടെ നയിച്ചെടുത്ത് നമ്മൾ താഴെ ഏറ്റവും ഗ്രൗണ്ട് ഫ്ലോറിൽ ഇപ്പോൾ കണക്ഷനുള്ള ഒരു 6 മീറ്റർ ഉണ്ട്. ആ 6 മീറ്ററിൻ്റെ കൂടെ ഈ മുകളിൽ നിന്നുള്ള 5 മീറ്ററും അതുപോലെ തന്നെ ഇതിൻ്റെ 2ാം നിലയിൽ ഒരു 3 മീറ്റർ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ അഴിച്ചെടുത്ത് ഏറ്റവും താഴത്തേക്ക് കൊണ്ടുവന്ന് ഒരു ബസ് ബാറൊക്കെ വെച്ച് പാനൽ ബോർഡ് സെറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇതിൽ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിനി ഈ മീറ്റർ ബോക്സ് ഒക്കെ അഴിച്ച് ഇതിൻ്റെ അകത്തുള്ള വയറൊക്കെ നമുക്ക് താഴത്തേക്ക് എത്തിക്കണം. ഇവിടെ ഒരു ജംഗ്ഷൻ ബോക്സ് വെച്ചിട്ടാണ് അവർ മീറ്റർ ബോക്സിൽ നിന്ന് എല്ലാ DBയിലേക്കും വയർ കൊണ്ടുപോയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ മീറ്റർ ബോക്സിൽ നിന്ന് വയറൊക്കെ അവിടെ റിട്ടേൺ വലിച്ച് അവിടെ നിന്നാണ് പൈപ്പ് അടിച്ചിട്ട് നമ്മൾ താഴത്തേക്ക് കൊണ്ടുപോയത്. അപ്പോൾ താഴത്തേക്ക് നിന്ന് നമുക്ക് നേരിട്ട് വേണമെങ്കിൽ DBയിലേക്ക് വയർ വലിക്കാൻ പറ്റുമെങ്കിൽ വയർ അങ്ങനെ നേരിട്ട് വലിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ആ ജംഗ്ഷൻ ബോക്സ് നമുക്ക് ജോയിൻ്റ് അടിച്ച് അവർ വലിച്ച വയറിലേക്ക് ജോയിൻ്റ് അടിച്ചിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. 2 DBയിലേക്ക് നമുക്ക് ഡയറക്റ്റ് വയർ താഴെ തന്നെ വലിക്കാൻ പറ്റി. ബാക്കി വരുന്ന 3 DBയിലേക്ക് ഇതുപോലെ കണക്ടർ ഇട്ട് കൊടുത്ത് നമ്മൾ ജോയിൻ്റ് അടിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഒരുപാട് ബെൻഡൊക്കെ വരുന്നത് കൊണ്ട് നമുക്ക് വലിച്ചെടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ഇതുപോലെ കണക്ടർ ഇട്ട് കണക്ടറിന് മേലെ ഇതുപോലെ ഇൻസുലേഷൻ ടൈപ്പൊക്കെ ചുറ്റിയിട്ടാണ് നമ്മൾ ബാക്കിയെല്ലാം ചെയ്തത്. നമുക്ക് ഈ പൈപ്പ് കൺസീൽഡ് ആക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല. കാരണം ഇവിടെയൊക്കെ കോൺക്രീറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഓപ്പൺ ആക്കിയിട്ട് തന്നെയാണ് അടിച്ചു കൊണ്ടുപോയത്. അപ്പോൾ ഇതുവഴി അടിച്ചുകൊണ്ടുപോയി നമ്മൾ കോൺക്രീറ്റിന് ഒരു ഹോൾസ് ഇട്ട് അങ്ങനെ താഴത്തേക്ക് എടുക്കുകയാണ് ചെയ്തത്. ഓരോ DBയുടെ വയറും നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് ഓരോ പൈപ്പ് അടിച്ചത്. അങ്ങനെ 5 പൈപ്പ് നമ്മൾ താഴത്തേക്ക് അടിച്ചു. അതുപോലെ തന്നെ സെക്കൻഡ് ഫ്ലോറിൽ നിന്നൊരു 3 മീറ്റർ ഉണ്ടായിരുന്നു. ആ 3 മീറ്ററിൻ്റെതും സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമ്മൾ 3 പൈപ്പ് അടിച്ചിട്ടുണ്ട്. അങ്ങനെ 8 പൈപ്പ് നമ്മൾ താഴത്തേക്ക് അടിച്ചു കൊണ്ടുവരികയാണ് ചെയ്തത്. ഇതാണ് നമുക്ക് ഇവിടെ ഉപയോഗിക്കേണ്ട ബസ് ബാർ. നമ്മളിവിടെ ബസ് ബാർ മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ, പാനൽ ബോർഡ് ഉണ്ടാക്കിയിട്ടില്ല. പാനൽ ബോർഡ് അടക്കം നമുക്ക് ബസ് ബാർ ഉണ്ടാക്കാൻ പറ്റും, അല്ലാണ്ട് സെപ്പറേറ്റ് ആയിട്ടും നമുക്ക് ബസ് ബാർ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇത് നമ്മൾ 100 ആംപിയറിൻ്റെ ഐസൊലേറ്ററാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് 100 ആംപിയറിൻ്റെ ഐസൊലേറ്ററാണ്. നമുക്കിവിടെ എത്രയാണോ ലോഡ് വേണ്ടത് അതിനനുസരിച്ചാണ് നമ്മൾ ഐസൊലേറ്ററിൻ്റെ ആംപിയർ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിൻ്റെ അകത്ത് AB കേബിളാണ് കണക്ട് ചെയ്യുന്നത്. ഇതുവഴിയാണ് AB കേബിൾ ഈ ഐസൊലേറ്ററിലേക്ക് വരുന്നത്. ഈ ഐസൊലേറ്ററിൽ ഫ്യൂസൊന്നും ഉണ്ടാവില്ല. ഇത് ഫ്യൂസൊന്നും ഇല്ലാത്ത ടൈപ്പ് ഐസൊലേറ്ററാണ്. ഈ ഐസൊലേറ്ററിൽ നിന്ന് നേരെ താഴത്തേക്ക് ബസ് ബാറിലേക്കാണ് ഇതിൻ്റെ കണക്ഷൻ വരുന്നത്. ബസ് ബാറിൽ നമുക്ക് ഓരോ മീറ്റർ ബോക്സിലേക്കും നമ്മൾ ഇതിൻ്റെ അകത്ത് നിന്ന് ടാപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുക. ഇതിൻ്റെ അകത്ത് വരുന്നത് RYB അങ്ങനെ 3 ഫേസും ഒരു ന്യൂട്രലിന് ഒരു ബ്ലാക്ക് ആണ് വരുന്നത്. ഈ ബസ് ബാർ സെലക്ട് ചെയ്യുന്നത് നമുക്ക് ആവശ്യമുള്ള ലോഡിനനുസരിച്ചായിരിക്കും. നമുക്ക് എത്രയാണോ ആ ബിൽഡിങ്ങിലേക്ക് ലോഡ് വേണ്ടതെന്ന് അവരോട് പറഞ്ഞാൽ അതിനനുസരിച്ചിട്ട് അവർ ബസ് ബാർ ഡിസൈൻ ചെയ്ത് തരും. അതുപോലെ തന്നെ നമുക്ക് എത്ര മീറ്റർ ഉണ്ടെന്ന് പറഞ്ഞാൽ അതിന് കണക്കായിട്ടുള്ള ഹോൾസും നമുക്ക് ബസ് ബാറിൽ അവർ ഇട്ട് തരും. അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് കോപ്പർ സോക്കറ്റ് ഇട്ടിട്ട് വയർ എടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ അകത്ത് എത്ര മീറ്റർ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ അതിനനുസരിച്ചിട്ടുള്ള അവർ അതിന് ഹോൾസ് ഇട്ട് തരും. അപ്പോൾ ഒരു 9 മീറ്റർ വരുന്നുണ്ടെങ്കിൽ Rൽ 3, Yൽ 3, Bയിൽ 3 അങ്ങനെയായിട്ട് അവർ ഹോൾസ് ഇട്ട് തരും. അപ്പോൾ എക്സ്ട്രാ നമുക്ക് ഭാവിയിൽ ഒരു മീറ്ററും കൂടി വെക്കണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ പറയുകയാണെങ്കിൽ അതിനനുസരിച്ച് എക്സ്ട്രാ എത്ര ഹോൾസ് വേണമെങ്കിൽ അവർ ഇട്ട് തരും. അപ്പോൾ നമുക്ക് ഭാവിയിൽ ഒരു മീറ്റർ എക്സ്ട്രാ വരുന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്ത് തന്നെ ഈ ബസ് ബാറിൽ തന്നെ നമുക്ക് മീറ്ററിലേക്ക് വയർ എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ ബോക്സിന് നമ്മൾ എക്സ്ട്രാ ഹോൾസ് ഇട്ട് കൊടുക്കണം. അങ്ങനെയാകുമ്പോൾ നമുക്ക് പുറത്ത് എക്സ്ട്രാ മീറ്റർ വരുമ്പോൾ ആ ഹോൾസിലൂടെ തന്നെ നമുക്ക് വയർ പുറത്തേക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളിവിടെ 15 ഹോൾസാണ് ഇട്ടത്. 14 മീറ്റർ നമുക്കിപ്പോൾ വരുന്നുണ്ട്. 1 എക്സ്ട്രാ അങ്ങനെ 15 ഹോൾസ് നമ്മളിവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ് ബസ് ബാർ നമ്മളിവിടെ ഫിറ്റാക്കിയിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ അടിയിൽ മീറ്റർ ബോക്സ് ഫിറ്റാക്കുകയാണ് വേണ്ടത്. അപ്പോൾ മീറ്റർ ബോക്സ് ഫിറ്റാക്കുന്നതിനായിട്ട് നമ്മളിവിടെ ചെയ്തത് ഇതുപോലെയാണ്. ഇതുപോലെ നമ്മൾ GI പൈപ്പിനെ കൊണ്ട് വെൽഡ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. അത് നമ്മൾ എക്സ്പെൻഷൻ ബോൾട്ട് ഇട്ട് ഇതുപോലെ ചുമരിലേക്ക് ഫിറ്റാക്കുകയാണ് ചെയ്തത്. അങ്ങനെ 4 കാല് കൊടുത്തിട്ടാണ് ഇത് ഫിറ്റാക്കിയിട്ടുള്ളത്. ഇതുപോലെ 4 കാല് കൊടുത്ത് നമ്മൾ എക്സ്പെൻഷൻ ബോൾട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഹൈലം ഷീറ്റാണ് നമ്മൾ ബോർഡായിട്ട് ഉപയോഗിച്ചത്. അപ്പോൾ ഇനി ഈ ഹൈലം ഷീറ്റിലേക്കാണ് മീറ്റർ ഒക്കെ ഫിറ്റ് ചെയ്യേണ്ടത്, മീറ്ററും ഫ്യൂസും ഒക്കെ ഫിറ്റ് ചെയ്യേണ്ടത്. ഈ ഷീറ്റിലേക്ക് ഇതൊക്കെ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. എനർജി മീറ്ററിൻ്റെ ഔട്ടിൽ വരുന്ന ഫ്യൂസ് ഇവിടെ വെക്കും. അതുപോലെ തന്നെ MCB വെക്കാനുള്ള ബോക്സാണിത്. അപ്പോൾ MCB വെക്കുന്ന ബോക്സ് ഈ സൈഡിലായിട്ട് വെക്കും.
ഇങ്ങനെയാണ് നമ്മൾ ഇതിനകത്തേക്ക് 2 പോൾ MCB സെറ്റ് ചെയ്യുന്നത്. അതുപോലെ എനർജി മീറ്റർ വരുന്നത് ഈ ഫ്യൂസിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഇവിടെയാണ് എനർജി മീറ്റർ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എനർജി മീറ്ററിൽ നിന്ന് ഫ്യൂസിലേക്ക് ലൈൻ വരും, ഫ്യൂസിൽ നിന്ന് MCBയിലേക്ക് വരും. അപ്പോൾ ഇതൊക്കെ സെറ്റ് ചെയ്തത് നമുക്ക് നോക്കാം. ഇങ്ങനെയൊക്കെയാണ് ഇവിടെ സെറ്റ് ചെയ്തത്. ബസ് ബാറിനൊക്കെ ലൈൻ എടുത്ത് നമ്മൾ താഴത്തേക്ക് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഐസൊലേറ്ററിലേക്കാണ് ആദ്യം കണക്ഷൻ വരുന്നത്. ഈ ഐസൊലേറ്റർ നേരെ ബസ് ബാർ വഴി താഴെ ബസ് ബാറിലേക്ക് വരും. ആ ബസ് ബാറിൽ നിന്ന് ഓരോ നമുക്ക് ആവശ്യമുള്ള ലോഡിനനുസരിച്ച് അത് ടാപ്പ് ചെയ്ത് താഴെ മീറ്ററിലേക്ക് നമ്മൾ കണക്ഷൻ കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ എല്ലാ ന്യൂട്രും നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ B ഫേസിലേക്ക് കൊടുക്കേണ്ട വയർ, Yയിലേക്ക് കൊടുക്കേണ്ട വയർ, റെഡിലേക്ക് കൊടുക്കേണ്ട വയർ, ഇതൊക്കെ നമ്മളിവിടെ കൊടുത്തു വെച്ചിട്ടുണ്ട്. അത് താഴെ ഒരു ഫ്ലെക്സിബിൾ പൈപ്പ് വഴിയാണ് നമ്മൾ എല്ലാ മീറ്ററിലേക്കും കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിനൊക്കെ നമ്മൾ ഫ്ലെക്സിബിൾ പൈപ്പ് ഇടും. അപ്പോൾ കുറച്ച് ക്വാളിറ്റിയുള്ള ഫ്ലെക്സിബിൾ പൈപ്പ് ഇടുകയാണെങ്കിൽ കുറേ കാലം അത് അവിടെ നിന്നോളും. അല്ല ലോക്കൽ ഇടുകയാണെങ്കിൽ അത് വേഗം പൊടിഞ്ഞു പോകും. അപ്പോൾ നമ്മളിവിടെ കുറച്ച് ക്വാളിറ്റി കൂടിയ ഫ്ലെക്സിബിൾ പൈപ്പ് തന്നെയാണ് ഇട്ടത്. ഇതുപോലെയാണ് നമ്മൾ ബസ് ബാറിലൊക്കെ കണക്ഷൻ കൊടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കറക്റ്റ് ടൈറ്റാക്കി തന്നെ കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഇത് ലൂസ് കോണ്ടാക്റ്റൊക്കെ വരികയാണെങ്കിൽ നമ്മൾ കണക്ഷൻ കിട്ടി കഴിഞ്ഞിട്ടാകുമ്പോൾ ഇതിൻ്റെ ബോർഡ് KCBക്കാർ ലോക്ക് ചെയ്തിടും. അപ്പോൾ നമുക്കിത് എപ്പോഴും അഴിച്ച് നമുക്ക് ടൈറ്റാക്കാനൊന്നും പറ്റില്ല. അപ്പോൾ കണക്ഷൻ കൊടുക്കുമ്പോൾ കറക്റ്റ് ടൈറ്റ് തന്നെ കൊടുക്കണം. ലൂസ് കോണ്ടാക്റ്റ് വരാത്ത വിധത്തിൽ നല്ല ടൈറ്റ് തന്നെ കൊടുക്കണം. ഇനി നമുക്ക് എടുക്കേണ്ട ഒരു ഹോൾസ് അതാണ്. ഇനി എക്സ്ട്രാ മീറ്ററൊക്കെ വരുന്നുണ്ടെങ്കിൽ അതുവഴിയാണ് നമ്മൾ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളെല്ലാ മീറ്റർ ബോർഡിലേക്കും വയറിട്ട് വെച്ചിട്ടുണ്ട്. എല്ലാ മീറ്ററിന് വേണ്ട വയറും നമ്മൾ ബസ് ബാറിൽ നിന്ന് ഇവിടത്തേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. നല്ല ഫ്ലെക്സിബിൾ പൈപ്പൊക്കെ ഇട്ട് നല്ല വൃത്തിക്ക് തന്നെ നമ്മൾ ഇട്ട് വെച്ചു. ഇനി ഇതിനകത്തേക്ക് AB കേബിൾ കയറുന്നതിന് വേണ്ടി നമ്മൾ കോൺക്രീറ്റിന് ഒരു ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഒരു പൈപ്പ് ഇട്ട് കൊടുക്കണം. ഇനി മീറ്റർ ബോക്സിലേക്ക് എങ്ങനെയാണ് നമ്മൾ കണക്ഷൻ കൊടുത്തതെന്ന് പറഞ്ഞുതരാം. ഇതാണ് ബസ് ബാറിൽ നിന്ന് നമ്മൾ എടുത്ത വയർ. നേരെ വന്ന് മീറ്ററിലേക്ക് വരും, ബസ് ബാറിൽ നിന്ന് മീറ്ററിലേക്ക് വരും. ഇത് മീറ്ററിൻ്റെ ഔട്ടാണ്. മീറ്ററിൻ്റെ ഔട്ട് ഫേസ് ഈ ഫ്യൂസിലേക്ക് വരും. ഫ്യൂസിൽ നിന്ന് നേരെ ഈ MCBയിലേക്ക് വരും. MCBൻ്റെ ഔട്ടാണ് നമ്മൾ ഓരോ ലോഡായിട്ട് എടുക്കുക. ഓരോ റൂമിലേക്കും എടുക്കുന്നത് MCBൻ്റെ ഔട്ടാണ്. അപ്പോൾ ഇതാണ് ആ പൈപ്പ് വഴി നമ്മൾ മുകളിലേക്ക് കൊണ്ടുപോയ വയർ. ഈ MCBൻ്റെ ഔട്ടാണ്. അപ്പോൾ ഇത് നമ്മൾ ഓരോന്നും മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് 2ാം നിലയിലുള്ള 1ാമത്തെ മീറ്ററാണ്. അങ്ങനെ ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഇത് 2ാം നിലയിലുള്ള 2ാമത്തെ മീറ്റർ, 2ാമത്തെ റൂമിലേക്ക് പോകുന്ന മീറ്റർ. ഇത് 2ാം നിലയിൽ 3ാമത്തെ റൂമിലേക്ക് പോകുന്ന മീറ്റർ. അങ്ങനെ എല്ലാത്തിനും നമ്മളിവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കണക്ഷൻ കൊടുക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ എർത്ത് കണക്ട് ചെയ്ത് നമുക്കൊന്ന് നോക്കാം. ഇതിൻ്റെ തൊട്ടടിയിൽ തന്നെയാണ് ഇതിൻ്റെ എർത്ത് ബെഞ്ച് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഓരോ റൂമിലേക്ക് പോയ എർത്ത് ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ബസ് ബാറിൻ്റെ ബോഡി നിർബന്ധമായി എർത്ത് ചെയ്യണം. ഈ ബസ് ബാറിൻ്റെ 2 ഭാഗത്തും നെറ്റ് ബോൾട്ട് ഇട്ടിട്ട് എർത്ത് ബെഞ്ചിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട്സിന് ഇതിലേക്ക് AB കേബിൾ വലിച്ച് കണക്ഷൻ കൊടുക്കുകയാണ് വേണ്ടത്. AB കേബിൾ വലിച്ച് കണക്ഷൻ കൊടുക്കുന്ന വീഡിയോ എടുത്ത് ചെയ്യുന്നതായിരിക്കും. പിന്നെ വീഡിയോ ഇഷ്ടമായി ഒന്ന് ലൈക്ക് അടിച്ചേക്കണേ. അപ്പോൾ ഇതുപോലുള്ള ടെക്നിക്കൽ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്